നമസ്കാരം. വീണ്ടും CPM-നോട് തന്റെ പിണക്കം വ്യക്തമാക്കി EP ജയരാജൻ. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിസ്സഹകരണം തുടരുന്ന EP-യുടെ നടപടികൾ പല സാഹചര്യങ്ങളിലും ചർച്ചയാവുകയാണിപ്പോൾ. MV ഗോവിന്ദൻ നയിച്ച ജനകീയ യാത്ര കണ്ണൂരെത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്തതും ഏറെ വിവാദമായ വിഷയമാണ്. ഇപ്പോഴിതാ വീണ്ടും EP ജയരാജൻ നേതൃത്വത്തോട് തനിക്കുള്ള അതൃപ്തി തുറന്നു കാട്ടിയിരിക്കുകയാണ്. കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കുന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് EP ജയരാജൻ ഇക്കുറി നേതൃത്വത്തോട് തന്റെ പ്രതിഷേധം അറിയിച്ചത്. പുഷ്പാർച്ചനയിൽ പങ്കെടുക്കും എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ EP മാറി നിന്നു. കഴിഞ്ഞ 10 ദിവസമായി മാധ്യമങ്ങളെ കാണാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ EP ജയരാജൻ തയ്യാറായിട്ടില്ല. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഇതിന് ആയുർവേദ ചികിത്സ നടക്കുന്നതായും EP ജയരാജൻ പാർട്ടിയെ അറിയിച്ചു. ആരോഗ്യ പ്രശ്നം കാരണമാണ് പങ്കെടുക്കാത്തത് എന്നാണ് EP-യുടെ വിശദീകരണം. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിലാണ് പരിപാടി നടന്നത്. അതേസമയം LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം EP കടുത്ത അതൃപ്തിയിലാണ്. അതിനുശേഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനോ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനോ EP ജയരാജൻ തയ്യാറായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയ EP എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വിവാദമാണ് EP-ക്ക് തന്റെ സ്ഥാനം നഷ്ടമാകാൻ കാരണമായത്. കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നായിരുന്നു വിലയിരുത്തൽ. കൺവീനർ സ്ഥാനമൊഴിയാൻ EP താൽപര്യം പ്രകടിപ്പിച്ചുവെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം EP ജയരാജൻ സ്ഥിരീകരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്. ഞാനും ജാവ്ദേക്കറെ കണ്ടിരുന്നു. അതായിരുന്നു EP-യുടെ മറുപടി. എന്നാൽ EP ജയരാജന് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം പാർട്ടി നേതൃത്വത്തെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഈ ആരോപണം ഉയർന്നു വന്നത്. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല എന്നായിരുന്നു EP ഇതിനോട് പ്രതികരിച്ചത്. EP-യെ കണ്ടിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. ഇതിനിടെ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും EP-യുടെ കുടുംബവും ഒന്നിച്ചുള്ള ചിത്രവും പുറത്തു വന്നു. ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയി. ഇതിനിടയിലാണ് EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നത്. EP ഇത് സമ്മതിക്കുക കൂടി ചെയ്തതോടെ പാർട്ടി കടുത്ത നടപടിയിലേക്ക് എത്തി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31-ന് EP-യെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി. TP രാമകൃഷ്ണനാണ് പകരം ചുമതലയേറ്റത്. EP ജയരാജൻ CPM LDF കൺവീനർ കേന്ദ്ര